മുൻ ബി.ജെ.പി. നേതാവ് സന്ദീപ് വാര്യർ നിലവിൽ ഏത് പാർട്ടി എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അദ്ദേഹം CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ എന്ന കാര്യത്തിൽ പല നാട്ടുകാർക്കും ജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് അനുകൂലമായി അദ്ദേഹം പോസ്റ്റ് ഇടും, BJPക്ക് അനുകൂലമായിടും, CPM അനുകൂലമായിടും. അതോടൊപ്പം തന്നെ ഇപ്പോഴും അദ്ദേഹം BJPയോടുള്ള സ്നേഹം തുറന്നു പറയുകയാണ്. BJP നേതാവായ ഗോകുൽ യുവരാജിനെ പ്രത്യേക പദവികൾ നൽകിയില്ല, അദ്ദേഹത്തെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുകയാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇന്ന് കോൺഗ്രസ് പ്രവർത്തകനാണ്, അങ്ങനെയാണ് ജനങ്ങളുടെ ധാരണ. പക്ഷെ ആ ധാരണയിൽ സംശയമുള്ളതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് ഇദ്ദേഹം ഏത് പാർട്ടിയാണെന്ന്. അദ്ദേഹം നോക്കേണ്ടത് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല, കസേര കിട്ടിയില്ല എന്നതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും ഒരു ദിവസം അവിടുത്തെ DCC ഓഫീസിലെത്തി കോൺഗ്രസ് മെമ്പറായി മാറുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം അവിടുത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ളതിൽ BJPയിൽ ചിലപ്പോൾ സ്ഥാനം കിട്ടിയില്ലെന്നിരിക്കും നേതാക്കൾക്ക്, ചിലപ്പോൾ അവരെ പുറത്താക്കിയെന്നിരിക്കും, അവരെ കേന്ദ്രമന്ത്രിയാക്കിയെന്നിരിക്കും, MLA ആയി മത്സരിപ്പിച്ചെന്നിരിക്കും, സീറ്റുകൾ നൽകി മത്സരിപ്പിച്ചെന്നിരിക്കും. അതെല്ലാം BJPയുടെ ആഭ്യന്തര കാര്യമല്ലേ? അതെല്ലാം സന്ദീപ് വാര്യർ എന്തിനാണ് നോക്കുന്നത്? അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പുറത്തുപോയ ആൾ പുറത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. ഇപ്പോൾ എത്ര നേതാക്കളുണ്ട്. AKG അടക്കമുള്ള EMS അടക്കമുള്ള നേതാക്കൾ പണ്ട് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അതിനുശേഷം അവർ പുതിയ പാർട്ടി CPMലേക്ക് CPIയിലേക്ക് പോയതിനു ശേഷം അവർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ നടക്കുമോ? നെഹ്റു പ്രധാനമന്ത്രിയാകണ്ട, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകണ്ട, ഈ കുടുംബാധിപത്യം വേണ്ടെന്നെല്ലാം അവർ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ഇനി നോക്കേണ്ടത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. എങ്ങനെയെങ്കിലും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് പാലക്കാട് എത്തിക്കുകയോ അല്ലെങ്കിൽ രാജിവെപ്പിച്ച് വീട്ടിലിരുത്തുകയോ ചെയ്യൂ. ഇപ്പോൾ അവിടുത്തെ MLA ആ സ്വന്തം മണ്ഡലം കണ്ടിട്ട് മാസങ്ങളാകാൻ പോവുകയാണ്, അതിനെക്കുറിച്ച് ഒരു അനക്കവുമില്ല. ജനങ്ങൾക്ക് എന്താ ജനാധിപത്യം വേണ്ടേ? അവിടുത്തെ MLA ജയിപ്പിച്ചു വിട്ടു, ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടപ്പോൾ അദ്ദേഹത്തിന് വേറെ പരിപാടിയായിരുന്നു. ആ പരിപാടി നടത്തുകയും അതിന്റെ പേരിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് കൊണ്ട് ജനങ്ങൾക്ക് എന്താണ്, ജനങ്ങളുടെ തലയിൽ അത് വെക്കണമോ? എന്തായാലും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് നിലവിൽ സന്ദീപ് വാര്യർ ചെയ്യേണ്ടത്. അല്ലാതെ യുവരാജ് ഗോകുലിനെ ഓർത്ത് എന്തായാലും സന്ദീപ് വാര്യർ വിഷമിക്കണ്ട. BJPക്ക് അവരുടെ നേതാക്കളെ എവിടെ എത്തിക്കണം, എങ്ങനെ എത്തിക്കണം എന്നറിയാം. അതുകൊണ്ടാണല്ലോ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ള, പ്രധാനമന്ത്രി അടക്കമുള്ളവർ, പിന്നോക്കരും ആദിവാസി സമൂഹത്തിൽ നിന്നും ഉള്ളവർ അവിടെ എത്തുന്നത്. അതെല്ലാം BJPയുടെ തന്ത്രങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പോൾ സന്ദീപ് വാര്യർ ഉള്ള കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ഇത്തരം പിന്നോക്ക സമുദായക്കാരെയും അതോടൊപ്പം തന്നെ ദളിതുകളെയും ആദിവാസികളെയും എവിടെയെങ്കിലും പരിഗണിച്ച് നാം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവർ ഒരു നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് അച്ഛൻ പോകും, അമ്മ വരും, മകൻ വരും, മകൾ വരും, കുഞ്ഞമ്മ വരും. ആ രീതിയിലേക്കുള്ള ഒരു മാറ്റമാണ് കോൺഗ്രസിനുണ്ടാകുന്നത്. മറിച്ച് ഭാവിയിൽ ഇപ്പോൾ തന്നെ BJPക്ക് പ്രസിഡന്റ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല BJPയിൽ അടുത്ത് ആരായിരിക്കും ദേശീയ പ്രസിഡന്റ് എന്ന്. നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞ ശേഷം ആരാകും പ്രധാനമന്ത്രി എന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. BJPക്കാരനും പറയാൻ കഴിയില്ല, കോൺഗ്രസ്സുകാരനും പറയാൻ കഴിയില്ല, CPMകാരനും പറയാൻ കഴിയില്ല, മുസ്ലിം ലീഗുകാരനും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് BJPയിലുള്ളത്. മറിച്ച് കോൺഗ്രസിലോ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ പോയിട്ടാണ് BJPയെ പഠിപ്പിക്കാനായി സന്ദീപ് വാര്യർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യറിന് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുക, അത് തൃശ്ശൂരിലോ തവനൂരിലോ പാലക്കാടോ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുക. അദ്ദേഹം എന്തായാലും പാലക്കാട് കോൺഗ്രസിൽ എത്തിയതിനു ശേഷം വലിയ ഒരു ഐശ്വര്യമാണ് അദ്ദേഹം. ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അകത്തുകയറിയിരിക്കുകയാണ്, പിന്നീട് VT ബലറാമിനെ അകത്ത് കയറ്റി. VT ബലറാം രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഡബിൾ ഇരട്ടിയിലാണ് പ്രസിദ്ധിയായത്. കാരണം എല്ലാം നമ്മുടെ സന്ദീപ് വാര്യർ പാലക്കാട് കാലെടുത്ത് വെച്ചതിന് പിന്നാലെയാണ്. ഇന്നലെ തന്നെ ബീഹാറിലെ റാലിയിൽ ഈ കാര്യം പ്രധാനമന്ത്രി തന്നെ കാണിക്കുകയാണ്. ഈ VT ബലറാമിന്റെ BD പരാമർശം, ബീഹാറിനെ അപമാനിച്ചുകൊണ്ടുള്ള BD പരാമർശത്തെ കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറയുന്ന രീതിയിലേക്ക് പാലക്കാട്ടെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങൾ. ആ രീതിയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ സന്ദീപ് വാര്യറിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് കോൺഗ്രസിന്റെ അഭിമാനവും ഐശ്വര്യവുമായി മാറുകയാണ് സന്ദീപ് വാര്യർ.
അദ്ദേഹത്തിന് അവിടെ വളരെ വലിയ പണികൾ മിച്ചമുണ്ട്. ഇനിയും യുവ നേതാക്കളെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ആ പാർട്ടിയെ മുന്നിലെത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ഈ രാഹുൽ യുവരാജ് ഗോകുലിന്റെ പ്രശ്നങ്ങളിലേക്കും കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിലേക്കും താങ്കൾ കൈയിടുണ്ടെന്നാണ് എന്തായാലും BJP പ്രവർത്തകർക്കും പാലക്കാട്ടിലെ ജനങ്ങൾക്കും പറയാനുള്ളത്. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ കൃത്യമായി തന്നെ ചുമതല നൽകും. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ചെറിയൊരു വക്താവായി മാത്രം ആണ് അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് ഇനിയും രാഷ്ട്രീയ ഭാവിയുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ നെടുമങ്ങാട് മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇന്ന് സംഘപരിവാറിന്റെ നാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ഇങ്ങനെ സംഘപരിവാറിന്റെ നാവായി ഷൊർണൂറിലടക്കം മത്സരിച്ച് വലിയ രീതിയിൽ BJPയുടെ സംഘപരിവാറിന്റെ പിന്തുണയോടെ വളർന്നു വന്നൊരു നേതാവാണല്ലോ സന്ദീപ് വാര്യർ. ഒരു നിർണായക ഘട്ടത്തിൽ, പാലക്കാട് തിരഞ്ഞെടുപ്പ് എന്ന നിർണായക ഘട്ടത്തിൽ BJP അതോടൊപ്പം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പുറകിൽ നിന്നും കുത്തി പുറത്തുപോയ ആളാണല്ലോ സന്ദീപ് വാര്യർ. നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP 19% വോട്ട് നേടുകയും തൃശ്ശൂരിൽ വിജയിക്കുകയും പിന്നീട് തിരുവനന്തപുരവും ആറ്റിങ്ങലും ആലപ്പുഴയും കാസർഗോഡും കണ്ണൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്ത് BJP അങ്ങനെ ശക്തിപ്പെട്ട് നിൽക്കുമ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് BJPയെ അദ്ദേഹം പിന്നിൽ നിന്ന് കുത്തിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇനി കോൺഗ്രസിൽ നിൽക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അദ്ദേഹം പല ചർച്ചകളിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് SFIയിലൂടെയാണ്. അങ്ങനെ SFIയിലൂടെ തുടങ്ങി BJPയിലെത്തി ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുകയാണ്. കോൺഗ്രസിൽ എത്ര നാൾ നിൽക്കുമെന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, തൃശ്ശൂരിലെ DCC തന്നെ പറഞ്ഞു, തൃശ്ശൂരിൽ വന്ന് തന്റെ ഇളക്കങ്ങൾ കാണിക്കേണ്ട, പുറത്തു പോടെ എന്ന് അദ്ദേഹത്തോട് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് പറഞ്ഞില്ലേ. കാരണം അദ്ദേഹം അവിടെ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു യോഗത്തിന് വിളിച്ചപ്പോൾ പറയുകയാണ്, അദ്ദേഹം പറയും, ഞാൻ ഇവിടെ മത്സരിക്കാം, സുരേന്ദ്രൻ വരുമോ എന്ന്. നീ എവിടെ മത്സരിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരല്ലേ, അതല്ലേ അവരുടെ ചോദ്യം. കാരണം അവിടെ ഈ സമരം ചെയ്തും അതോടൊപ്പം തന്നെ പോസ്റ്റർ ഒട്ടിച്ചും കൊടി പിടിച്ചും നടന്ന പ്രാദേശികമായ എത്ര കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ചവിട്ടി പുറത്താക്കിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി വന്ന ഈ സന്ദീപ് വാര്യറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടുത്തെ നേതാക്കൾ സമ്മതിക്കുമോ? കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, അതിനുള്ളിലെ വലിയ പ്രശ്നമാണ് ഗ്രൂപ്പിസവും തമ്മിലടിയും അല്ലെ രൂക്ഷമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനുള്ളിൽ പുതിയൊരു മനുഷ്യൻ പെട്ടെന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. എന്തായാലും ഏതെങ്കിലും പരാജയപ്പെടുന്ന ഒരു സീറ്റ് അദ്ദേഹത്തിന് നൽകണം. കാരണം അദ്ദേഹം പരാജയപ്പെട്ട് പഠിക്കട്ടെ. കുറച്ചു നാൾ നിന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഈ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും എല്ലാം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിലെ ആ പാർട്ടി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയിലെ അത്, ആ പാർട്ടിയിലെ രീതികൾ അദ്ദേഹം പഠിക്കട്ടെ. രീതികൾ പഠിച്ച ശേഷം മാത്രം അദ്ദേഹത്തെ മത്സരിച്ചാൽ മതി. അല്ലാതെ മത്സരിച്ച് അദ്ദേഹം തോൽക്കുകയോ അതോടൊപ്പം തന്നെ കസേര കിട്ടാതിരിക്കുകയോ MLA ആകുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും മറുകണ്ഠം ചാടുമോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന്റെ ഒരു ഇരയാണല്ലോ CPM. അൻവർ എന്ന സ്വതന്ത്രനെ മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. 2 തവണ വിജയിച്ചു. അവസാനം എന്ത് ചെയ്തു? CPM നേതാക്കളെയും തള്ളിപ്പറഞ്ഞ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ആദ്യം ചെയ്യേണ്ടത് BJPയുടെ കാര്യം പിന്നെ നോക്കാം. അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് പഠിക്കട്ടെ. അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെയും അതിന്റെ ഭരണഘടനയും അതിന്റെ രീതികളെയും കുറിച്ച് ആദ്യം പഠിക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ള പാർട്ടികളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇറങ്ങിത്തിരിക്കാം. എന്തായാലും തൃശ്ശൂരിലെ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പ്രതിസന്ധിയല്ല, അദ്ദേഹം പാലക്കാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി 2 നേതാക്കളെ ഉള്ളിലിരുത്തി അദ്ദേഹം ഇനി തൃശ്ശൂരിലേക്ക് വരണമെന്നാണ് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നത്.